ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നോട് പറയാൻ പോകുന്നത് STK4141 IC കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതിനായിട്ട് ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന ICകളിൽ 5 IC ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഫസ്റ്റത്തെ IC എന്ന് പറയുന്നത് ON സീരീസ് വരുന്ന ഒരു IC ആണ്. ON സെമികണ്ടക്ടേഴ്സ് ആണ് ഈ ഒരു IC മാനുഫാക്ചറിങ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയോട് കൂടിയുള്ള ഒരു IC തന്നെയാണ് ON സീരീസിൽ ഇറക്കിയിരിക്കുന്നത്. അവരുടെ എല്ലാ പ്രോഡക്റ്റും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് തന്നെയാണ്. അതുപോലെ മറ്റൊരു IC ആണ് STKയുടെ മറ്റൊരു IC തന്നെയാണ് കിങ് ഡാസിൽ എന്ന് പറയുന്ന ഒരു കമ്പനി ഇറക്കിയിരിക്കുന്ന STK4141 IC. എല്ലാത്തിൻ്റെയും ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ നല്ല ബിൽഡ് ക്വാളിറ്റി ഒക്കെ തന്നെയാണ്. അതുപോലെ ഇത് മറ്റൊരു IC ആണ്, ടെക് എന്ന പേരുള്ള മറ്റൊരു IC. ഇതും അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയോട് ഇരിക്കുന്ന IC തന്നെയാണ്. പിന്നെ ബാക്കി വരുന്ന 2 ICയിലും നമുക്കതിൽ പേരും മറ്റൊന്നും കാര്യമില്ല, 2 നമ്പർ മാത്രമേ കാണുന്നുള്ളൂ. അതുപോലെ സ്റ്റീരിയോ ആംപ്ലിഫയറും എന്ന് കാണാം. STK ICയെ കുറിച്ച് പറയുകയാണെങ്കിൽ 1980 മുതൽ 1995 വരെയാണ് STKയുടെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞത്. അതിനുശേഷം ക്ലാസ് ടി ആംപ്ലിഫയർ ഒക്കെ വന്നപ്പോൾ അത് നിർത്തലാക്കി. എന്നാലും ഇപ്പോഴും STK കിട്ടുന്നുണ്ട്, പക്ഷേ ഒറിജിനൽ IC കിട്ടുന്നില്ല. കിട്ടുന്നതിൽ നല്ല ICകളിൽ പെട്ട കുറച്ച് ICയുടെ കാര്യം മാത്രമാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, എന്തായാലും നമ്മൾ ഈ ICകളെല്ലാം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 5 IC ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ON സീരീസ് വരുന്ന ICയുടെ ഇൻസൈഡ് ആണ് ഈ ഒരു ഫോട്ടോ എന്ന് പറഞ്ഞത്. അതിന് തൊട്ടടുത്ത് ബ്ലൂ വരുന്നതാണ് ടെക്കിൻ്റെ, പിന്നെ അടുത്ത് വരുന്നത് കിങ് ഡാസിൽ എന്ന് പറയുന്നത്. പിന്നെ അടിയിൽ വരുന്ന ഈ 2 എണ്ണത്തിന് നമ്മൾ പേരില്ലാത്ത നമ്പർ മാത്രമുള്ള ICയുടെ ഇൻസൈഡ് ഫോട്ടോകളാണ് അടിയിൽ 2 വന്നിരിക്കുന്നത്. ഇനിയൊരു ഇതിൻ്റെ ഉള്ളിൽ വരുന്ന കമ്പോണൻസ് എന്ന് പറയുന്നത് പവർ ട്രാൻസിസ്റ്റർ, 4 പവർ ട്രാൻസിസ്റ്റർ വരുന്നുണ്ട്. നമ്മൾ വലുതായിട്ട് കാണുന്ന ഒരു വെള്ള കളറിൽ വരുന്ന അതാണ് അതിൻ്റെ പവർ ട്രാൻസിസ്റ്റർ, ഔട്ട്പുട്ട് പവർ ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞ്. പിന്നെ അതിനെ ഡ്രൈവ് ചെയ്യാനായിട്ട് കുറച്ച് ചെറിയ ട്രാൻസിസ്റ്റർ, SMD ട്രാൻസിസ്റ്റർ വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചെറിയ റെസിസ്റ്റർ വരുന്നുണ്ട്, കപ്പാസിറ്റർ വരുന്നുണ്ട്, ഡയോഡ് വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു IC ആണ് STK IC എന്ന് പറഞ്ഞ 4141 എന്ന് പറഞ്ഞ ഈ ICകളെല്ലാം തന്നെ. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ 2 ICകൾ തമ്മിൽ വളരെ സാമ്യമായിട്ടുള്ളതാണ് തോന്നുന്നത്. 2 ICകൾ എന്ന് പറഞ്ഞാൽ 2 അല്ല 4 എണ്ണം കൂട്ടാം. നമുക്ക് ON സീരീസിനും അതുപോലെ ടെക്കിനും ഒരേ മോഡൽ തന്നെയാണ്. അതുപോലെ കിങ് ഡാസിലും മറ്റൊരു ICക്കും ഒരേ സെയിം രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കിങ് ഡാസിലും അതുപോലെ മറ്റൊരു ICയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് ഉൾവശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമിലർ ആയിട്ടുള്ള സർക്യൂട്ട് തന്നെ വന്നിരിക്കുന്നത്. ട്രാൻസിസ്റ്ററിൻ്റെ അറേഞ്ച്മെൻറ്റ് നോക്കുകയാണെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്, അതുപോലെ റെസിസ്റ്റർ നോക്കുകയാണെങ്കിൽ എല്ലാം വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റിൽ തന്നെയാണ് ഈ 2 IC വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 ICയുടെ ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത് രണ്ടും സെയിം പവർ തന്നെയാണ് ഈ 2 ICയിലും വന്നിരിക്കുന്നത്. ക്വാളിറ്റിയുടെ കാര്യത്തിലും ഇതിൻ്റെ ലൈഫിൻ്റെ കാര്യത്തിലും ഈ 2 ICകൾക്കും 3-ാം സ്ഥാനം മാത്രമേ കിട്ടുന്നുള്ളൂ. മറ്റുള്ള ICകളിൽ നിന്നും 3-ാം സ്ഥാനത്തേക്കാണ് ഈ 2 ICകൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ ഉപയോഗിച്ചിടത്തോളം. ഓക്കെ, ഇനി എടുത്തിരിക്കുന്നത് മറ്റൊരു IC ആണ്. ഈ IC നമ്മൾ നേരത്തെ എടുത്ത ICനായിട്ട് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള IC ആണ്. അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഔട്ട്പുട്ട് ട്രാൻസിസ്റ്റർ നോക്കാം. നമുക്ക് ON സീരീസിന് അത് ടെക് സീരീസിന് വരുന്ന അതേ ഔട്ട്പുട്ട് ട്രാൻസിസ്റ്ററിൻ്റെ അതേ രീതിയിലാണ് ഇതിനെ ഔട്ട്പുട്ട് ട്രാൻസിസ്റ്റർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ല വലിയൊരു ഈസിങ്ങിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൽ ഉപയോഗിച്ചിരുന്ന കമ്പോണൻസ് എല്ലാം തന്നെ നേരത്തെ പറഞ്ഞ SMD കമ്പോണൻസ് ആണ്. പക്ഷേ ലേ ഔട്ടിലും മറ്റു കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കമ്പോണൻസിൻ്റെ കാര്യത്തിലും വാല്യൂ മറ്റുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് മാറ്റങ്ങൾ ഈ ICക്ക് വന്നിട്ട്. അപ്പോൾ ഈ ICക്ക് നമുക്ക് 2-ാം സ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നമ്മളെ ടെക്കും അതുപോലെ തന്നെ ON സീരീസിൻ്റെ ICൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ആ ICയെ മാറ്റി നിർത്താവുന്നതാണ്. അത്രയും ക്വാളിറ്റി ഒരു ICക്ക് വരുന്നത്. അതിന് നമുക്ക് 2-ാം സ്ഥാനത്തേക്ക് മാറ്റി നിർത്തിയിട്ടുണ്ട്. പിന്നെ വരുന്നത് ഈ 2 ICകളാണ്. ON സീരീസും അതുപോലെ ടെക് എന്നുള്ള ഈ 2 ICകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് നോക്കുകയാണെങ്കിൽ രണ്ടും സെയിം സിമിലാരിറ്റി സർക്യൂട്ടും കാര്യങ്ങളും ലേഔട്ടും കാര്യങ്ങളും ഉപയോഗിച്ചിരുന്ന കമ്പോണൻസും കാര്യങ്ങളും എല്ലാം ഒരേ രീതിയിൽ തന്നെയാണ് ഈ 2 ICയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കളർ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. ON സീരീസിൽ നമുക്ക് അതിൽ വൈറ്റ് കളറിൽ വരുന്നുണ്ട് ആ ഒരു IC, അതുപോലെ തന്നെ ഗ്രീൻ കളറിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നതിൻ്റെ ഇൻസൈഡ് കളർ ഗ്രീനാണ്. അതുപോലെ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്, കമ്പോണൻസ് അറേഞ്ച്മെൻറ്റ് നോക്കുകയാണെങ്കിൽ എല്ലാം കറക്റ്റായിട്ടാണ് ആ 2 ICയിൽ വൈറ്റ് കളറിൽ വരുന്നതും ഗ്രീൻ കളറിൽ വന്നിരിക്കുന്നത്. അതുപോലെ ടെക്കിൻ്റെ നമുക്ക് ഈ ഒരു ബ്ലൂ കളറിൽ മാത്രമേ വന്നിട്ടുള്ളൂ. ഇതിൽ നമ്മൾ നേരത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ICകളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് തന്നെയാണ് ഇതിൻ്റെ സർക്യൂട്ടുകൾ വന്നിരിക്കുന്നത്. സെയിം ആയിട്ടുള്ള സർക്യൂട്ടാണ്. നല്ല ഔട്ട്പുട്ട് ട്രാൻസിസ്റ്ററുള്ള നല്ല തിക്നെസ് ഉള്ള ഈർസിംഗിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 2 ICക്കും നല്ല പെർഫോമൻസ് ആണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന ICകളിൽ നല്ല പെർഫോമൻസ് ആയിട്ടുള്ള 2 ICകളാണ് ടെക്കിൻ്റെ ഈ ICയും അതുപോലെ ON സീരീസ് വരുന്ന മറ്റേ ICയും. നമ്മൾ സർക്യൂട്ട് ഞാൻ നേരത്തെ പറഞ്ഞ് നോക്കുകയാണെങ്കിൽ സെയിം രീതിയിൽ തന്നെയാണ് 2 ബോർഡിലെ സർക്യൂട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ തന്നെ കണ്ടാൽ മനസ്സിലാക്കാം. സെയിം സർക്യൂട്ട് കാര്യങ്ങൾ, അതുപോലെ സെയിം വാല്യൂലുള്ള റെസിസ്റ്റർ, ട്രാൻസിസ്റ്റർ, കപ്പാസിറ്റർ, ഡയോഡ് എല്ലാം തന്നെ സെയിം ആയിട്ടാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ ശരിക്കും ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അതിൽ മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ഈ 2 ICകൾക്കും ഒരേ ക്വാളിറ്റിയാണ്, ഔട്ട്പുട്ട് ക്വാളിറ്റിയാണ് ഈ 2 ICകൾക്കും വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഡാറ്റ ഷീറ്റ് ഡൗൺലോഡ് ചെയ്ത് അതിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ എടുത്തിരിക്കുന്ന ഡാറ്റ ഷീറ്റ് എന്ന് പറഞ്ഞാൽ സാനിയ കമ്പനി ഇറക്കിയിരിക്കുന്ന ICയുടെ ഡാറ്റ ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. 4141 IC തന്നെയാണ്, STK4141 IC തന്നെയാണ്. അവർ പറയുന്നത് തിക്ക് ഫിലിം ഹൈബ്രിഡ് ഇൻഡിക്കേറ്റർ സർക്യൂട്ട് 2 ചാനൽ 25 വാട്ട് മിനി AF പവർ ആംപ്ലിഫയർ IC.
ഇതാണ് അവർ പറയുന്നത്. പിന്നെ അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഇതിൻ്റെ മാക്സിമം ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത് 39 വരെ നമുക്ക് ഇതിലേക്ക് ഇൻപുട്ട് DC കൊടുക്കാം എന്നാണ് പറയുന്നത്. ആ ഒരു വോൾട്ടേജിൽ അത് വർക്ക് ചെയ്യാൻ പാടില്ല, പക്ഷേ അതുവരെ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ആ ഒരു ICക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ അത് ഹാൻഡിൽ ചെയ്യാൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ അവർ പറയുന്ന റെക്കമെൻഡഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് 26026 ഡുവൽ സപ്ലൈ ആയിട്ടുള്ള 26.026 26026 ആണ് അത് പറയുന്ന വോൾട്ട് എന്ന് പറയുന്നത്. നോർമൽ രീതിയിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അവർ പറയുന്ന ഒരു വോൾട്ട് എന്ന് പറഞ്ഞാൽ മാക്സിമം വോൾട്ട് എന്ന് പറയുന്ന റെക്കമെൻഡ് ആയിട്ടുള്ള വോൾട്ട് എന്ന് പറയുന്നത് 26026. അതുപോലെ പറയുന്ന മറ്റൊരു കാര്യമാണ് അതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യമാണ് അതിൻ്റെ സ്പീക്കർ ഇമ്പിഡൻസ് എന്ന് പറയുന്നത്. നമ്മൾ പല ആൾക്കാരും അതിൽ കൊടുക്കുന്ന ഇമ്പിഡൻസ് നോക്കിയിട്ടല്ല കൊടുക്കുന്നത്. ഒരു സ്പീക്കർ കിട്ടിയാൽ അതിൻ്റെ മുകളിൽ വീണ്ടും പാരലൽ ചെയ്ത് അങ്ങനെ പല ആൾക്കാരും കൊടുക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരിക്കലും കൊടുക്കാൻ പാടില്ല. അവർ റെക്കമെൻഡ് ചെയ്യുന്ന സ്പീക്കർ ഇമ്പിഡൻസ് എന്ന് പറയുന്നത് 8 ohms ഇമ്പിഡൻസ് ആണ് അവർ പറയുന്നത്. 8 ohmസിലാണ് നമുക്ക് ഓരോ ചാനലും 25 watts വീതം കിട്ടുന്നത്. അല്ലാതെ നമുക്ക് 4 ohms കൊടുത്തിട്ടല്ല. നമ്മൾ 8 ohmസിലാണ് അവർ റെക്കമെൻഡ് ചെയ്യുന്ന ആ IC 75 watts കിട്ടുന്നത്. 4 ohms കൊടുക്കാൻ അവർ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ നമ്മളിൽ പല ആൾക്കാരും ഇവിടെ കൊടുക്കുന്ന സ്പീക്കർ എന്ന് പറയുന്നത് ഒരു സ്പീക്കർ അതിനെ ട്യൂട്ടർ അതുപോലെ മിഡ് എല്ലാം കൊടുത്തിട്ട് ആ 8 ohmസിൽ ചില 4ലേക്കോ 3ലേക്കോ കൺവേർട്ട് ചെയ്ത് വരുന്നുണ്ട്. ഈ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഇതിൻ്റെ IC എന്ന് പറയുന്നത് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആ കാരണം. അവർ റെക്കമെൻഡ് ചെയ്യുന്ന ohms എന്ന് പറയുന്നത് 8 ohms തന്നെ. അത് കൊടുത്ത് തന്നെ നമ്മൾ ജസ്റ്റ് ആ IC വർക്ക് ചെയ്യിക്കണം. അതുപോലെ ഇതാണ് ആ ICയുടെ ഇൻറ്റേർണൽ സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ അതിൻ്റെ സർക്യൂട്ട് കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. അതിൽ എന്തെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ അതിൻ്റെ പോലെ തന്നെ മറ്റൊരു ഡാറ്റ ഷീറ്റാണ് STK4141 മറ്റൊരു ഡാറ്റ ഷീറ്റാണ്. ഇതിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള അതിൻ്റെ മാക്സിമം ഓപ്പറേറ്റിംഗ് വോൾട്ടേജും അതുപോലെ റെക്കമെൻഡ് ആയിട്ട് ഓപ്പറേറ്റിംഗ് വോൾട്ടേജും സ്പീക്കർ ഇംപെഡൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സെയിം രീതിയിൽ തന്നെ ഇവരും ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ പലരും അത് ഫോളോ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ICയുടെ കംപ്ലൈൻ്റ് ആണ്. പിന്നെ നമുക്കിവിടെ ഒരു ഡാറ്റ ഷീറ്റ് അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാമത്തിൽ എത്ര ട്രാൻസിസ്റ്റർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതുപോലെ എത്ര റെസിസ്റ്റർ, എത്ര ഡയോഡ്, എത്ര കപ്പാസിറ്റർ എല്ലാം തന്നെ അതിൽ കറക്റ്റ് അവർ ചെയ്തിട്ടുണ്ട്. 20 ട്രാൻസിസ്റ്ററും അതുപോലെ തന്നെ 16 റെസിസ്റ്റർ, 2 ഡയോഡ്, 2 കപ്പാസിറ്റർ ഇത്രയും ഉൾപ്പെടുത്തിയിട്ടാണ് ഒരു STK4141 സ്റ്റീരിയോ ആംപ്ലിഫയർ IC നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട ICകളിൽ 2 ICകളാണ് അതിൽ അതേ കറക്റ്റ് ഫോളോ രീതിയിൽ ചെയ്തിരിക്കുന്നത്. അത് ഒന്ന് ON സീരീസും മറ്റൊന്ന് TTEC എന്നുള്ള ആ ഒരു സീരീസാണ്. നല്ല രീതിയിൽ തന്നെ അതുപോലെ ഒരു ഡാറ്റ ഷീറ്റിൽ പറഞ്ഞ പ്രകാരം ചെയ്തിരിക്കുന്ന ICകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 ICകളെ വാട്ട്സാണ് നമ്മളിന്നോട് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഈ പറയുന്ന നമ്മുടെ ഡാറ്റ ഷീറ്റിൽ പറയുന്ന കറക്റ്റ് വോൾട്ട് കൊടുത്തും അതുപോലെ കറക്റ്റ് ഡമ്മിലോഡ് കൊടുത്താണ് നമ്മൾ കറക്റ്റ് ഇതിൻ്റെ വാട്ട്സ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്കതിൻ്റെ കറക്റ്റ് VRMS 8 ohms ലോഡിൽ എത്ര കിട്ടുന്നുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്തെടുത്തിരിക്കുന്ന IC എന്ന് പറഞ്ഞാൽ STK4141 IC ആണ്. ഇത് ON സീരീസ് വരുന്ന ഒരു IC ആണ്. ഇതിൻ്റെ ഒരു ചാനൽ മാത്രമേ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളൂ. റൈറ്റ് സൈഡിലെ ഈ ഒരു ചാനൽ മാത്രമേ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളൂ. മറ്റേ ചാനൽ നമ്മൾ ഒഴിവാക്കിയിട്ടിരിക്കുന്നതാണ്. നമ്മൾ കണക്ട് ചെയ്യുന്ന ഈ ഒരു ചാനൽ മാത്രമാണ്. സ്പീക്കർ ഔട്ട് എടുത്ത് നമ്മൾ നേരെ കൊടുത്തിരിക്കുന്നത് 8 ohms ഡമ്മി ലോഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഡമ്മി റെസിസ്റ്ററാണ്, ഡമ്മി ലോഡ് റെസിസ്റ്ററാണ്. ഓരോന്നും 4 ohms വരുന്നത്. അത് നമ്മൾ രണ്ടെണ്ണം സീരീസ് ചെയ്തിട്ട് നമുക്ക് 8 ohms ആക്കി മാറ്റിയിരിക്കുകയാണ്. നമ്മളിതിലേക്ക് കൊടുക്കുന്ന ഫ്രീക്വൻസി എന്നാണ് 1 kHz ഫ്രീക്വൻസിയാണ് കൊടുക്കുന്നത്. 1000 Hz ആണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ DSLലേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് സ്പീക്കർ ഔട്ട് വരുന്ന ഈ ഒരു വയർ നമ്മൾ നേരെ DSLലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിന് അക്രോസ് ആയിട്ട് വരുന്ന VRMS എത്ര വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ DSL ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് കൊടുത്തിരിക്കുന്ന വോൾട്ടേജ്, ഈ ഒരു ബോർഡിലേക്ക് കൊടുത്തിരിക്കുന്ന വോൾട്ടേജ് പറഞ്ഞാൽ 26026 ആണ്. ടോട്ടല് 52 വോൾട്ടാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അത് AC to DC കൺവെർട്ടർ വഴിയാണ് നമ്മൾ ഇതിലേക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളൊരു 1 kHz സിഗ്നൽ ഒന്ന് നമ്മളൊരു കൺട്രോൾ ഇവിടെ വെച്ചിട്ടുണ്ട്, ഒരു ഗെയിനർ കൺട്രോൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് വെച്ച് നമ്മളിലേക്കുള്ള സിഗ്നലിൻ്റെ സ്ട്രെങ്ത് ഒന്ന് കൂട്ടി കൊടുക്കുക. നമുക്കിവിടെ ക്ലിപ്പിങ്ങിന് തൊട്ട് താഴെയായിട്ട് എത്ര VRMS വരുന്നുണ്ട് നോക്കാം. നമുക്ക് അതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ വാട്ട്സ് കാൽക്കുലേഷൻ ചെയ്യാം. ക്ലിപ്പിങ്ങിന് തൊട്ട് താഴെയുള്ള ഒരു വോൾട്ടാണ് വന്നത്. ക്ലിപ്പിങ്ങിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ക്ലിപ്പിങ്ങിന് തൊട്ട് താഴെയായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 15.30 വോൾട്ടാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മാക്സിമം 15.30 ohmസിന് മാക്സിമം എത്ര വാട്ട്സ് കിട്ടുന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാൽക്കുലേഷൻ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന വാട്ട്സ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന വാട്ട്സ് എന്ന് പറയുന്നത് ഏകദേശം 29 വാട്ട്സ് 29 വാട്ടാണ് നമുക്ക് 8 ohms ലോഡിൽ ഈ ഒരു ICന്ന് കിട്ടിയിരിക്കുന്നത്. കമ്പനി പറയുന്ന വാട്ട് എന്ന് പറയുന്നത് 25 വാട്ടാണ് പറയുന്നത്. അത് സേഫായിട്ട് നല്ല രീതിയിൽ കിട്ടുന്ന ഒരു വാട്ട്സാണ് അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഇന്ന് മാക്സിമം നമുക്കൊരു 8 ohms ലോഡിൽ നമുക്ക് 29 വാട്ട് വരെ ഈ ഒരു ICന്ന് എടുക്കാൻ കഴിയും. ഈ ഒരു ON സീരീസ് വരുന്ന ഈ ഒരു ICയിൽ നിന്ന്. നമുക്ക് മറ്റൊരു ICയോടെ നോക്കാം.
ഓക്കെ, ഇനി നമ്മളിവിടെ ടെസ്റ്റ് ചെയ്യുന്നത് ടി-ടെക് എന്ന ബ്രാൻഡ് വരുന്ന ഈ ഐ സി ആണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് കൊടുത്തിരിക്കുന്ന സപ്ലൈ നമ്മൾ നേരത്തെ കൊടുത്തിരിക്കുന്ന അതേ രീതിയിലുള്ള സപ്ലൈ ആണ് കൊടുത്തിരിക്കുന്നത്. ഫ്രീക്വൻസി നോക്കുകയാണെങ്കിൽ 1 kHz ഫ്രീക്വൻസി, അതുപോലെ തന്നെ ഡമ്മി ലോഡ് നോക്കുകയാണെങ്കിൽ 8 ohms ഡമ്മി ലോഡ് എല്ലാം തന്നെ കറക്റ്റാണ്. അതുപോലെ തന്നെ പി സി ബി നമ്മൾ നേരത്തെ ഐ സി ഫിറ്റ് ചെയ്ത അതേ പി സി ബി തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഐ സി നമ്മൾ റിമൂവ് ചെയ്ത് രണ്ടാമത്തെ ഈ ഐ സി ആഡ് ചെയ്തതാണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന VRMS എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ കിട്ടിയിരിക്കുന്ന അതേ അളവ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഏകദേശം 15.30 തന്നെയാണ് ഇവിടെയും VRMS വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് 8 ohms ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഇതിൽ നിന്ന് കിട്ടുന്ന വാട്ട്സ് എന്ന് പറയുന്നത് 29 വാട്ട്സ് തന്നെയാണ് കിട്ടുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ രണ്ട് ഐസിയും ഒരേ ക്വാളിറ്റിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ON സീരീസ് വരുന്ന ഐസിയും ടി-ടെക്കിൽ വരുന്ന ഈ ഐസിയും രണ്ടും ഇതിൻ്റെ ഓഡിയോ ഔട്ട്പുട്ട് ക്വാളിറ്റിയും അതുപോലെ ലൈഫും എല്ലാം രണ്ടും ഒരേ രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ഐ സി ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഐ സി പറയുന്നത് ഈ രണ്ട് ഐ സികളാണ്. ON സീരീസ് ഉള്ള ഐസിയും അതുപോലെ തന്നെ ടി-ടെക് വരുന്ന ഈ ഐ സികൾ മാത്രമാണ് നല്ല രീതിയിലുള്ള പെർഫോമൻസ് കിട്ടുന്നത്. STK4141 ഐ സിയിലേക്ക് കിട്ടുന്നതിൽ നല്ല പെർഫെക്റ്റ് ഔട്ട്പുട്ട് കിട്ടുന്ന ഐ സി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഐ സികൾ മാത്രമേ ഉള്ളൂ. നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ഐ സികളെല്ലാം തന്നെ കോപ്പി ഐ സികളാണ്, ഒറിജിനൽ ഐ സി അല്ല. ഇനി ഒറിജിനൽ ഐ സി എങ്ങനെയുണ്ടാവും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഒറിജിനൽ ഐ സി എടുത്തിട്ടുണ്ട്. ഇത് STK4192 ഐ സി ആണ്. ഇതും STKയും ഒരേ രീതിയിലുള്ള സർക്യൂട്ടും കാര്യങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഐ സി എടുത്ത് നമുക്ക് അതിൻ്റെ ഉൾവശം കാണാം. കാരണം STK4141 ഒറിജിനൽ ഐ സി ഇപ്പോൾ കിട്ടാനില്ല. STKൻ്റെ ഒരു ഐ സി ഇപ്പോൾ കിട്ടാനില്ല, അത് വേറെ കാര്യം. അപ്പോൾ അതിന് സിമിലായിട്ടുള്ള ഒരു ഐ സി ആണ് ഇത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഐ സി ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻസൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് ട്രാൻസിസ്റ്റർ നോക്കുകയാണെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് വലിയൊരു ഹീറ്റ് സിങ്കിലാണ് അത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ കണ്ട ഐ സിയിൽ വന്നിരിക്കുന്ന റെസിസ്റ്ററും അതുപോലെ ട്രാൻസിസ്റ്ററും കപ്പാസിറ്റർ എല്ലാം നല്ല അഡീഷണൽ ആയിട്ട് ഒരു SMD കമ്പോണൻസ് ആയിട്ട് അതിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൽ ഒറിജിനൽ ഐ സിയിൽ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. എല്ലാം പഞ്ച് ചെയ്തിരിക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ട്രാൻസിസ്റ്റർ ആയാലും ഡയോഡ് ആയാലും റെസിസ്റ്റർ ആയാലും ശ്രദ്ധിച്ച് കാണാം. നമുക്കൊരു വൈറ്റ് ഡോട്ട് കാണുന്ന അതെല്ലാം തന്നെ ട്രാൻസിസ്റ്ററാണ്. അതുപോലെ ബ്ലാക്ക് ലൈൻസ് വരുന്നില്ലേ, ഈ ബ്ലാക്ക് ലൈൻസ് വരുന്ന എല്ലാം തന്നെ റെസിസ്റ്ററാണ്. ഓരോ ലൈൻസിനും അതിൻ്റേതായ വാല്യൂം കാര്യങ്ങളുണ്ട്. അതുപോലെ ഡയോഡും നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു വൈറ്റ് ഡോട്ട് വരുന്ന അതൊക്കെ ഡയോഡാണ്. പിന്നെ ഇതിൽ അഡീഷണൽ ആയിട്ട് വെച്ചിരിക്കുന്നത് കപ്പാസിറ്റർ മാത്രമാണ്. അഡീഷണൽ ആയിട്ട് 2 കപ്പാസിറ്റർ അവർ ആഡ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം തന്നെ ഇൻബിൽറ്റ് പഞ്ച് ചെയ്തിരിക്കുന്ന രീതിയിലാണ് ഒറിജിനൽ ഐ സി വരിക. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ള സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോയിൽ വരുന്നവരെ ഗുഡ് ബൈ. ഇറ്റ്സ് മീ രാജു സൈനിങ് ഔട്ട്. ഹാവ് എ നൈസ് ഡേ.